നമസ്കാരം. കൊല്ലരുത് എന്ന നിയമം പറയുന്നതാകട്ടെ കൊന്നുകൊണ്ടും. വധശിക്ഷയെ പറ്റിയുള്ള വിക്ടർ ഹ്യൂഗോയുടെ വാക്കുകളാണിവ. കേവലം കുറ്റവാളിയെ മാത്രം ഇല്ലാതാക്കുന്ന പ്രതികാര നീതിയിൽ അധിഷ്ഠിതമായ റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസിൽ നിന്നും കുറ്റവാളിയെയും കുറ്റകൃത്യത്തെയും സൃഷ്ടിച്ച സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ പശ്ചാത്തലത്തിനെ തുടച്ചു നീക്കിക്കൊണ്ടുള്ള പരിവർത്തന നീതിയിൽ അധിഷ്ഠിതമായ റിഫോർമേറ്റീവ് ജസ്റ്റിസ് ആണ് ഇന്നത്തെ നാടിന് ആവശ്യം. നമുക്കറിയാം, ഇന്ത്യയിലടക്കം നടന്ന വധശിക്ഷകളിൽ ഇന്ന് ഒരു കേരളത്തിലെ ഹൈക്കോടതിയിലെ ഒരു ന്യായാധിപൻ തന്നെ ലൈംഗിക പീഡന പരാതിയിൽ നിങ്ങൾ പ്രതികളെ കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് പൊതുജനത്തെ താക്കീത് ചെയ്യുമ്പോൾ നാം ആലോചിക്കുക, വധശിക്ഷയിലൂടെ നാം നടപ്പിലാക്കുന്ന നീതി എത്രത്തോളം ജനങ്ങളിലേക്ക് നീതിയായി എത്തുന്നുണ്ടെന്ന് നാം പറയുക. 2022 സുപ്രീം കോടതി 2021 സെപ്റ്റംബർ മുതലുള്ള വധശിക്ഷകളുടെ അപ്പീലുകൾ പരിശോധിച്ചപ്പോൾ കീഴ്ക്കോടതികൾ, ഹൈക്കോടതികൾ ഉൾപ്പെടെയുള്ള കീഴ്ക്കോടതികളുടെ കേവലം പരിമിതമായ വിവരങ്ങളും തെളിവുകളും വെച്ചുകൊണ്ട് വധശിക്ഷ വിധിച്ചതിനെ പറ്റിയുള്ള ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നാം മറ്റ് പരിസരത്തേക്ക് നാം നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റിസ് PN ഭഗവതി അടക്കം പറഞ്ഞത് വധശിക്ഷ അതിൻ്റെ നടപ്പിലൂടെ ഒരു പരിധിയിലെങ്കിലും താഴ്ന്ന ജാതിക്കാരിലേക്കും സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കെതിരെയുള്ള വിവേചനത്തിലേക്ക് നയിക്കുന്നുണ്ടെന്നും അതിന് കാരണം അവർക്ക് ആവശ്യമായ നിയമസഹായത്തിലേക്ക് എത്താനുള്ള പരിമിതികളും പ്രതിബന്ധങ്ങളുമാണെന്ന് മുന്നോട്ട് വയ്ക്കുമ്പോൾ വധശിക്ഷയിലൂടെ നടപ്പിലാക്കുന്ന നീതി എത്രത്തോളം നമുക്ക് ഗുണകരമാണെന്ന് നാം ചിന്തിക്കേണ്ടതാണ്. Season 9 Federal Bank Speak for India Kerala edition in association with Mathrubhumi.